ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വേൾഡ് കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് നേടിയെടുക്കുവാനുള്ള ആ ഒരു ഫ്രീഡം ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ ഈ സമയം ദൈവാനുഗ്രഹം ഒരുപാടുണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെ തന്നെ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന കുറേ സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രതീക്ഷിക്കാം. കാരണം കുറേ സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ട് ഉറക്കം പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന കുറച്ചാളുകളുടെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷവും ഒരു ഫുൾഫിൽമെൻറ്റും ഒക്കെ ഈ ഒരു സമയം വരുന്നു എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അതായത് 5 ഓഫ് കപ്സിൻ്റെ ഒക്കെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു പൂർണ്ണത നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഇതിൽ നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷനാണ്, ഒരു തിരിച്ചറിവാണ്, ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒറ്റയ്ക്കൊന്ന് യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. അതായത് ഇതുവരെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ ട്രാവൽ കാണുന്നുണ്ട്, പിന്നെ പരിവർത്തനമുണ്ട്. അതുപോലെ നിങ്ങളുടെ മുന്നിൽ സന്തോഷിക്കുവാനുള്ള കാര്യങ്ങളുണ്ടായിട്ടും ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ടാണ് അത് കാണാഞ്ഞത് എന്നുള്ളൊരു ചിന്ത ഈ ഒരു സമയം നിങ്ങളിൽ ചില ആളുകൾക്ക് വരുമെന്നുള്ളതാണ്. അതായത് എനിക്ക് സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ ഇത്രയും എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നുവല്ലോ, എന്തുകൊണ്ടാണ് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞത്, അങ്ങനെയൊക്കെ നിങ്ങളിവിടെ ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ആ ഒരു ഫെമിനിയൻ എനർജി ഉണരുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി ഉണരുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുകയും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ പാട്ട് പാടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ ഒരു സമയം സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ സ്നേഹത്തിൻ്റെ ആ ഒരു എനർജിയിലായിരിക്കും. അതായത് മറ്റുള്ളവരെ കൂടി ഹീൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ
നിങ്ങൾ വളരെ കാം എനർജിയിലാണ് ഈ ഒരു സമയം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഒരുപാട് ചിലപ്പോൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ പോലും നിങ്ങളതൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ട് അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കൂളായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ ഹീല് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു എനർജിയിലാണ്. പക്ഷേ ഒന്ന് ഓർക്കുക, നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കൂടി ഒന്ന് ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ പാടെ മറന്ന് കളയാതിരിക്കുക. നമ്മൾ ഒരുപാട് പേരെ, അതായത് മറ്റുള്ളവരെ ഹീല് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം, അതായത് ഈ ഒരു പ്രൊട്ടക്ഷനും ഹീലിങ്ങും അതുപോലെ സ്നേഹവും കരുണയും എല്ലാം നമുക്കൂടെ കൊടുക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. അത് നിങ്ങളുടെ സോൾ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ആരുടെയെങ്കിലും അടുക്കൽ നിന്ന് ഒരു മോട്ടിവേഷനൊക്കെ സ്വീകരിക്കുന്നതുമാവാം. മാത്രമല്ല ഇവിടെ പുതിയൊരു ലവ് ഓഫർ നിങ്ങൾക്ക് വരുമെന്നും കാണുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉള്ള ആൾക്കാർ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ക്ഷീണവും തളർച്ചയും ഒക്കെ മാറി നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഇവിടെ ഇരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്നേഹത്തിൻ്റെ എനർജിയിലായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ളത് 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളൊരു വെയിറ്റിംഗ് എനർജിയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തും അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ സക്സസ്ഫുൾ ആക്കാനായിട്ട് ശ്രമിച്ചിട്ടും പാസ്റ്റിൽ ഇതൊന്നും നടക്കാതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തിന്, ആ ഒരു ഫലത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്ന ആളുകൾക്ക് ആ ഒരു ഫലം കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ക്ഷമ വേണമെന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിനെല്ലാം നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമയോടെ ഇവിടെ കാത്തിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളിവിടെ കുറച്ച് ക്ഷമ കാണിക്കണമെന്നുള്ളതാണ്. പിന്നെ ഇതിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് സ്ട്രഗിൾസിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഇവിടെ ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയും സന്തോഷവും ഒക്കെ കൊണ്ടുതരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രസൻറ്റ് മൂമെൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ബിസി ആയിരിക്കും ഈ ഒരു സമയം നിങ്ങളെന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു റീസെൻ്റ്ലി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ ഒരു കാര്യം അതിലിങ്ങനെ ഫോക്കസ്ഡ് ആയി ഇരിക്കുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് തന്നെ നിങ്ങൾ കൂടുതൽ ആലോചിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ജീവിതത്തിലൊരു നല്ലതിന് വേണ്ടിയായിരിക്കാം, നമുക്ക് നല്ലതിന് വേണ്ടിയായിരിക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് അതിലിങ്ങനെ അഡിക്റ്റഡ് ആയിട്ടിരുന്നാൽ നമുക്ക് ഗ്രോത്ത് വരില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ദൈവം തന്നെ ആ ഒരു കാര്യം എൻഡാക്കി കളയും. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആകാം, ചിലപ്പോൾ ചില അഡിക്ഷൻസ് ആകാം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളാവാം, അല്ലെങ്കിൽ ചില വ്യക്തികളോ ചില സാഹചര്യങ്ങളോ, അങ്ങനെ എന്തുമാകാം. അപ്പോൾ അതിൽ നമ്മളൊരു കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്ത് അതിലിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതായത് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എനിക്കിതേ ഇഷ്ടമുള്ളൂ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ദൈവമായിട്ട് ഒരു തീരുമാനമെടുക്കും. അതായത് അത് അവർ തുടർന്നു പോയാൽ അവർക്കതിൽ നിന്ന്
പുറത്തിറങ്ങാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് നിങ്ങളെ ആ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും. അപ്പോൾ അങ്ങനെ നിങ്ങൾ നഷ്ടമായ കാര്യത്തിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു യഥാർത്ഥ സത്യാവസ്ഥ ഇതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ഒരിക്കലും ദൈവം കൈവിടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത്. നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് കുറേ നല്ല കാര്യങ്ങൾ നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നഷ്ടപ്പെട്ടു പോയതൊന്നും നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയുക, അത് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു നന്മ വരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എൻഡ് ആക്കിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ പാസ്റ്റിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ആ ഒരു വ്യക്തി, അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഈ ഒരു വ്യക്തി ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. കാരണം അത് നിങ്ങളുടെ ചോയ്സ് ആണ് എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് വേദനിപ്പിച്ച് പോയതായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ചീറ്റ് ചെയ്തു പോയതായിരിക്കാം. അപ്പോൾ ഇത് ആരുമാകാം ഈ ഒരു വ്യക്തി. അതായത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ ലവർ ആകാം, ഹസ്ബൻഡ് ആവാം, വൈഫാകാം, അല്ലെങ്കിൽ കുട്ടികളാകാം, നിങ്ങളുടെ സിബ്ലിങ്സ് ആകാം, സുഹൃത്തുക്കളാകാം, അങ്ങനെ ആരുമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആരുമാകാം. ഇത് ചിലപ്പോൾ ഒരു ചെറിയ കാലത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് മാത്രമുള്ള വ്യക്തികളുമാകാം. അപ്പോൾ ഈ ഒരു വ്യക്തി മൂലം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, അതുപോലെ പണനഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മൂലം ഡിപ്രഷനൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് റീകണക്ട് ചെയ്യാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അവർ വന്നാൽ വീണ്ടും നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം എന്നുള്ളതാണ്. കാരണം ഈ ഒരു വ്യക്തിക്ക് ഒന്നുകൂടി ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ആലോചിക്കുക. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും സ്വീകരിക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ ഇവിടെ ചില ആളുകൾക്ക് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായിരുന്ന കുറേ നന്മകൾ വീണ്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഇത് ചിലപ്പോൾ പാസ്റ്റിലെ ചില ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നതുമാകാം. ചില വ്യക്തികളുമായിട്ടുള്ള നല്ല ഓർമ്മകൾ ഈ ഒരു സമയം നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നേരെ വരുന്ന എന്തോ ഒരു കാര്യം, അത് നിങ്ങൾക്ക് മാറ്റിക്കളയാൻ ഇവിടെ സാധിക്കുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ, അത് എന്ത് തടസ്സമായാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതായത് എന്ത് തടസ്സങ്ങൾ വന്നോട്ടെ, എനിക്ക് ആ ഒരു ബ്ലോക്ക് മാറ്റാൻ പറ്റുമെന്നുള്ള ആ ഒരു തീരുമാനം ഈ സമയം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതിയൊരു തുടക്കമാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് പുതിയ എന്തോ ഒരു തുടക്കം കുറിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾക്കുള്ള ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയേണ്ട ചില സത്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ഇവിടെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ ഒന്ന് മാറി നിങ്ങൾക്കൊരു ഇൻസൈറ്റ് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് ഈ ഒരു സമയത്തിനോടകം ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി നിങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഇവിടെ കാണുന്നുണ്ട്.
പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജിയാണ് ഇത്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വിട്ടുകളഞ്ഞ് നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസോട് കൂടി ഇവിടെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പിറകിൽ കുറേയധികം ആൾക്കാർ നിങ്ങളെ സഹായിക്കാനുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ കുറേ ആൾക്കാരെ നിങ്ങളിവിടെ സഹായിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. അതായത് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കാം പല കാര്യങ്ങളും ചെയ്തിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഈ ഒരു സമയം നിങ്ങളുടെ അത്തരം ചിന്തകൾക്ക് ഇവിടെ മാറ്റം സംഭവിക്കുന്നുണ്ട്. അതായത് എനിക്ക് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വളരെ സക്സസ്ഫുള്ളി അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് തീർക്കുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല അത് നിങ്ങൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്ന കൂടി ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു അഭിമാനവും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം തോന്നുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസ് അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങളുടെ സന്തോഷമായാലും സങ്കടമായാലും അങ്ങനെ എന്ത് തന്നെയായാലും അതിനെ നിങ്ങൾക്ക് കൺട്രോളിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസം വരുന്ന ഒരു സമയം കൂടിയാണ്. അതായത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ആകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ സമയം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ മുന്നിൽ കുറേ ചോയ്സസ് ഉണ്ട് എന്നുള്ളതാണ്. കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ. അതിൽ എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ എന്തെടുക്കണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ചോയ്സ് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് മാത്രം നിങ്ങൾ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് ചില ആൾക്കാർക്കുള്ളത്. അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോവുക എന്നാണ്. അതുപോലെ ഇതിൽ ചില ആളുകൾക്ക് നിങ്ങളുടെ മുന്നിൽ കുറേയധികം ഓഫറുകൾ വരുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മുന്നിൽ കുറേ അവസരങ്ങൾ വരുന്നുണ്ട്. അത് ചിലപ്പോൾ ജോലി സംബന്ധമാകാം, അങ്ങനെ ഏത് കാര്യത്തിലും ആകാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ചോയ്സ് ഈ ഒരു സമയമുണ്ട്. അതിപ്പോൾ ജോലിയുടെ ഒരു കാര്യമാണെങ്കിൽ പോലും നിങ്ങളത് ആലോചിച്ച് മാത്രം ആ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു ബ്രില്യൻറ്റ് ഉണ്ട്. അതായത് നിങ്ങളുടെ ലോകം മാറ്റിമറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് ഇവിടെ വികസിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് കാണുക. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും തടസ്സങ്ങളെ എങ്ങനെ മറികടക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്, 8 ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഈ സമയം ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട്, അതായത് ഇത് നിങ്ങളുടെ സമയമാണെന്നുള്ള ആ ഒരു തോന്നലൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കുള്ള, നിങ്ങളുടെ സത്യത്തിനും നന്മയ്ക്കുമൊക്കെയുള്ള ഫലം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ആ ഒരു ഫലം തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. ഇത് ചില ആൾക്കാർക്കൊരു സ്ഥലം വിൽപ്പനയൊക്കെ നടക്കുന്ന ഒരു എനർജി ഉണ്ട്. അതായത് നിങ്ങൾ സ്ഥലം വിൽക്കാനൊക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു വെയിറ്റിംഗ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്ഥലം വിൽക്കുന്ന ഒരു എനർജിയുമുണ്ട്.
അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പൈസ നിങ്ങളുടെ കയ്യിൽ വരുന്ന ഒരു എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം നല്ലതായിരിക്കുമെന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലി അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് ഇവിടെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകാതെ ഇതെനിക്ക് സന്തോഷമായിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും ഒക്കെ ചെയ്തു തീർക്കാൻ പറ്റും എന്നൊരു വിശ്വാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജോലികൾ ചെയ്തു തീർക്കുക. മാത്രമല്ല ഇവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ആഴത്തിൽ പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ അതിന് നിങ്ങളിവിടെ ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പുതിയ ചില കാര്യങ്ങൾ കൂടി പഠിക്കുന്ന ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം, അത് ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ നിർത്തിപ്പോയൊരു കാര്യമാവാം. അത് നിങ്ങൾ ഈ ഒരു സമയം വീണ്ടും റീകണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. മാത്രമല്ല ഇതിൽ നിങ്ങൾ കുറേ ആൾക്കാരും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എനർജിയാണ്. ചിലപ്പോൾ ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ പുറത്തിറങ്ങി ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ അടുത്ത ആളുകളുമായി ചേർന്ന് നിങ്ങൾ എൻജോയ് ചെയ്യാനുള്ളൊരു അനുഗ്രഹം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. അത് ചില ആൾക്കാർക്ക് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ ചേർന്ന് നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവാം. ശരിക്കും അബൻഡൻസ് നിങ്ങൾക്ക് വരുന്ന ഒരു പ്രതീതിയൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഒരു സെലിബ്രേഷനിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ മജീഷ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഒരു പുതിയ തുടക്കമാണ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അത് നിങ്ങളെക്കൊണ്ട് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്, നിങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. കാരണം ഇത് മജീഷ്യനാണ്. അപ്പോൾ നിങ്ങളിവിടെ മാജിക്കിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിൽ നിങ്ങൾ വിശ്വസിച്ച് ഇവിടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇതിൽ എല്ലാം നിങ്ങളുടെ മുന്നിൽ ഉണ്ടെന്നുള്ളതാണ്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതെല്ലാം നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങളിവിടെ അത് കാണാതിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ ആക്ഷൻ എടുക്കുക. പിന്നെ ഈ ഒരു സമയം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ബുദ്ധിയും കഴിവും എല്ലാമുള്ള ആൾക്കാരാണ്. പലപ്പോഴും അത് ചെയ്യേണ്ട സമയങ്ങളിൽ അത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക് സംഭവിക്കാൻ സമയമായിട്ടുണ്ട്. അതിനുള്ള ആ ഒരു കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ക്യൂൻ ഓഫ് വാൻസും വന്നിട്ടുണ്ട്, കിങ് ഓഫ് വാൻസും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്ട്രഗിളൊക്കെ മാറി നിങ്ങളുടെ കഷ്ടപ്പാടിനൊക്കെ ഫലം കിട്ടി നിങ്ങളിങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ആ ഒരു സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇവിടെ മൂല്യം ലഭിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആളായി കഴിഞ്ഞു എന്നൊക്കെ ഒരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഒരു പാസ്റ്റിലെ പാറ്റേൺ എല്ലാം ബ്രേക്ക് ചെയ്ത് നിങ്ങളൊരു പുതിയ ആളായി ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. അതിപ്പോൾ ഇമോഷണൽ ആയാലും ശരി,
അത് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും ശരി. അപ്പോൾ അതെല്ലാം നിങ്ങൾ വളരെ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത് മാത്രമല്ല, അതുപോലെ തന്നെ നിങ്ങളിവിടെ ആക്ഷനും എടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നിങ്ങൾ ചെയ്യും. അതായത് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയും. അതായത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടാതിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ ഒരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് ഇരിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 9 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ കുറച്ച് ആൾക്കാരൊന്ന് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് ചിലപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാനായിട്ടുണ്ടാവില്ല. അതായത് എന്തെങ്കിലും ദുസ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ അടുത്ത ദിവസം നടക്കേണ്ടുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങൾ ഓർത്തിവിടെ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതായത് ചിലപ്പോൾ അതങ്ങനെ സംഭവിക്കുമോ, ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചില നെഗറ്റീവായിട്ടുള്ള ചിന്തകളാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക്, അതായത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളിവിടെ മാറുമെന്നുള്ളതാണ്. നിങ്ങൾ പേടിക്കുന്നത് പോലെ ഒന്നും തന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ ആവശ്യമില്ലാത്ത ഇങ്ങനെ ടെൻഷൻ അടിച്ച് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കാതിരിക്കുക. ചിലപ്പോൾ ചില വ്യക്തികൾ, അതായത് നിങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് ഒരു മോശം പെരുമാറ്റം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ മാത്രം ഇങ്ങനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങളിങ്ങനെ മനസ്സ് വിഷമിച്ച് ഇവിടെ ഇരിക്കുന്നതാവാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇത്തരം അവസ്ഥയൊക്കെ മാറി തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വിട്ടുകളഞ്ഞ് പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ വിക്ടറി ആൻഡ് സക്സസ് ആണ്. ഒരു പബ്ലിക് റെക്കഗ്നേഷനൊക്കെ കിട്ടുന്ന സമയമാണ്. മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ വരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത ആ ഒരു കാര്യത്തിന് ഒരു വിജയം നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്കൊരു അവാർഡൊക്കെ കിട്ടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ടെമ്പറൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ അത് ബാലൻസ് ചെയ്ത് നിർത്താൻ നിങ്ങൾക്കിവിടെ പറ്റണം എന്നുള്ളതാണ്. ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ട്രിഗർ ചെയ്താലും ഇറിറ്റേറ്റ് ചെയ്താലും ഒന്നും ഈ സമയം നിങ്ങൾ അവരോടങ്ങനെ ചൂടാകാനൊന്നും പാടില്ല. നിങ്ങൾ പൊട്ടിത്തെറിക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. മറ്റുള്ളവർ നമ്മളെ എപ്പോഴും ഇങ്ങനെ ട്രിഗർ ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. സപ്പോർട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ആരുടെയും സപ്പോർട്ടിന് വേണ്ടി കാത്തു നിൽക്കാതിരിക്കുക എന്നാണ് നിങ്ങൾക്കിവിടെ നൽകുന്ന ഒരു മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.